തൃശൂരിൽ ലുലുമാൾ വരാത്തതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതിനുശേഷം ആ സ്ഥലത്തെ ചൊല്ലിയുള്ള വിവാദം ഇപ്പോൾ പൊന്തി വന്നിരിക്കുകയാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എതിർപ്പിനെ തുടർന്ന് വൈകുന്നുവെന്നാണ് MA യൂസഫ് അലിയുടെ ആരോപണം. എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂർ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. ആ പാർട്ടിയിൽപ്പെട്ട ആൾ ആ കേസ് ഹൈക്കോടതിയിലുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. CPI ലോക്കൽ കമ്മിറ്റി അംഗം TN മുകുന്ദനാണ് നെൽവയൽ പരിവർത്തനപ്പെടുത്തിയതിനെതിരെ പരാതി നൽകിയത്. പുഴയ്ക്കലിലെ ഹയാത്ത് റീജൻസിയോട് ചേർന്ന 1 ഏക്കറോളം സ്ഥലമാണ് ലുലുവിനായി കണ്ടെത്തിയത്. കേസ് നൽകിയത് വ്യക്തിപരമായാണെന്നും പാർട്ടിക്ക് പങ്കില്ല എന്നുമാണ് മുകുന്ദൻ പറയുന്നത്. ലുലു മാളിനെതിരായ പരാതിയിൽ പാർട്ടിക്ക് പങ്കില്ല, ആ തൊപ്പി CPIയുടെ തലയിൽ വെക്കേണ്ടായെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളൊന്ന് കാണാം. ഞാൻ പാർട്ടി മെമ്പറാണ്. ഞാൻ ഇത്തരത്തിലുള്ള പാഠം നികത്തിയ വിഷയങ്ങളിൽ ഒരുപാട് കേസുകളും പരാതികളും കൊടുക്കുന്ന ഒരു കക്ഷിയാണ്. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതൊന്നും പാർട്ടി തലത്തിൽ പാർട്ടിയോട് ചോദിച്ചിട്ടല്ല. നിലവിലുള്ള നിയമം എന്താണോ പറയുന്നത് അതിനെതിരെ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ കേസ് ഫയലാക്കാറുണ്ട്. അതിന് പാർട്ടിയുടെ അംഗീകാരം ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ തൊപ്പി CPIക്ക് ചേരില്ല. CPI അർത്ഥപൂർണമായ വികസനത്തെ പിന്താങ്ങുന്ന പാർട്ടിയാണ്, അല്ലാതെ വികസനത്തിൻ്റെ വഴി മുടക്കുന്ന പാർട്ടിയല്ല. അപ്പോൾ ഹർജി കൊടുത്താലെന്ന് പറഞ്ഞല്ലോ, യാതൊരു ബന്ധവും ഇല്ലെന്ന പാർട്ടിയായിട്ട്. എന്നിട്ടും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയോ, ഇത് ഈ പാർട്ടിയല്ല, ഈ പാർട്ടി അക്ഷരങ്ങളുടെ പാർട്ടിയാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനത്തിൻ്റെ പാർട്ടിയാണ് CPI. നോക്കല്ലേ, വികസനം മുടക്കുന്നൊന്നും CPI ചെയ്യില്ല. നിലവിൽ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിംഗ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ തൃശ്ശൂരിൽ ലുലുമാൾ മുടക്കിയത് CPI ആണ് എന്ന് ഒറ്റ കേൾവിയിൽ തോന്നാം. പക്ഷേ നമ്മൾ അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. ഹർജിക്കാരൻ ഇതുപോലെയുള്ള പരാതികൾ വേറെയും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 2.5 വർഷം മുൻപ് കൊടുത്ത ഈ പരാതിയിന്മേൽ അത് കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ നിൽക്കുകയുമാണ്. തൃശ്ശൂരിലെ ഒരു പരിപാടിയിൽ വന്നാണ് യൂസഫ് അലി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ നമ്മൾ കാണുന്നത്? തീർച്ചയായും സുജി, ആ പരിസ്ഥിതി സ്നേഹിയും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ കിസാൻ സഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ TN മുകുന്ദൻ, അദ്ദേഹം ഒരു ഹർജി നൽകുന്നു. അത് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. അത് വിധി പറയാൻ പോകുന്നു. പക്ഷേ അതിനെ ഒരു രാഷ്ട്രീയമായി തന്നെയാണ് MA യൂസഫ് അലി കണ്ടത്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ തൃശ്ശൂരിൽ ലുലു മാൾ വരാതിരിക്കാൻ കാരണം എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ഒരു പൊതുപരിപാടിയിൽ പറയുകയായിരുന്നു. ഇതാണ് വലിയ തോതിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. എന്തായാലും ഇദ്ദേഹം 3 വർഷം മുമ്പാണ് പുഴക്കലിൽ ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലം വാങ്ങി ലുലു ഗ്രൂപ്പ് ഒരു മാൾ പണിയാൻ വേണ്ടി തീരുമാനിച്ചത്. ആ നിർമ്മാണവുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അവിടെ നെൽവയൽ നികത്താൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി, എന്ന പരാതിയുമായി TN മുകുന്ദൻ എന്ന് പറയുന്ന CPIയുടെ ഒരു പ്രവർത്തകനും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ജില്ലാ കളക്ടർ